കഴിക്കും മോളെ. കഴിക്കും മോളെ, അല്ലെങ്കിൽ എങ്ങനെയാ ശക്തി കിട്ടുക? ശക്തി കിട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ആരെ തോൽപ്പിക്കാനാ? എന്റെ സ്വന്തം ആളുകൾക്കെതിരെ പോരാടാനോ? അവര് തന്നെ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഈ വിധിയോട് പോരാടാനോ? അതോ ഇനി ഞാൻ ആ ഗുണ്ടയെ നേരിടണോ? ഒരിക്കലും ഭർത്താവായി സങ്കല്പിക്കാത്ത അവനെ ഞാൻ നേരിടണം. അറിയില്ല. മോളെ, നിന്റെ വീട്ടിലെ പോലെ ഈ വീടിന്റെ ചുവരും ജനലും മേൽക്കൂരയൊന്നും അത്ര വലുതായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മനസ്സ് വളരെ വലുതാ. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റൂ. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ മകളായിട്ടായിരിക്കും കഴിയുന്നേ. നിനക്ക് എന്ത് എപ്പോ വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാനുണ്ട് ഇവിടെ. കാലങ്ങളോളം എന്റെ മനസ്സാഗ്രഹിച്ചതുപോലെ ജീവിച്ചവളാ. എന്നാലും ഒരിക്കലും ആരും എന്നോട് എന്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചിട്ടില്ല. എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പോ ഈശ്വരനോട് ചോദിക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചോദിക്കാനാ? പൊള്ളയായിരുന്നു ആ ജീവിതവും. ഓരോ നിമിഷവും ഞാൻ സത്യമാണെന്ന് വിചാരിച്ച ജീവിതവും ഇല്ല. ഇന്നലെ ഇന്നിന്റെ ഇടയ്ക്കുണ്ടായ കാര്യങ്ങൾ ഒരിക്കലും ഒരു സ്വപ്നം പോലും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. ഇനി ഒരു തരത്തിലും എനിക്ക് എന്റെ പഴയ അച്ഛനെ കിട്ടാനുള്ള സാധ്യതയില്ല. അവനവനേക്കാളേറെ എന്നെ സ്നേഹിച്ച അച്ഛനെ എനിക്കിനി കിട്ടില്ല. അച്ഛൻ എന്റെ എല്ലാ കുസൃതിക്കും കൂട്ടി നിൽക്കുമായിരുന്നു. ആ അച്ഛനാ സ്വന്തം വാശിക്ക് വേണ്ടി എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകി വിട്ടിരിക്കുന്നത്. എങ്കിലും ഒരു അച്ഛന് സ്വന്തം മകളെ എങ്ങനെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ കഴിയും? എടാ മോനെ, ഒന്ന് സൂരജിനെ വിളിച്ചേടാ. എന്താ അവനെ കാണാത്ത? അവൻ എവിടെ പോയി? ആ ദിവസങ്ങളൊക്കെ പോയി അമ്മേ. നിങ്ങൾ വിചാരിച്ച ഉടനെ പ്രത്യക്ഷപ്പെടുന്ന സൂരജൊന്നും ഇപ്പൊ ഇല്ല. ഇനി അവന്റെ കള്ള ബ്രഹ്മചാര്യം കൊണ്ട് അവൻ എവിടെയും കാണാൻ കിട്ടില്ല. ഞാൻ വന്നല്ലോ അമ്മായി. അപ്പൊ സൂരജും വൈകാതെ വന്നോളൂ. ഓ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നീയെങ്കിലും ഉണ്ടല്ലോ. സിന്ദൂരോ? ഇതെങ്ങനെയാ വന്നത്? ഇനിയിപ്പൊ സൂരജ് എങ്ങാനും അവന്റെ ബ്രഹ്മചാരി വ്രതം വേണ്ടാന്നെങ്ങാനും വെച്ചോ? എന്നിട്ടാണോ നിന്നെ കുങ്കുമം അണിയിച്ചത്? ആ ബ്രഹ്മചാരിയെ ആഗ്രഹിച്ചതുപോലെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊരു വിധിയൊക്കെ വേണം അമ്മായി. ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്കൊന്ന് അമ്പലത്തിൽ കയറിയിരുന്നു. അവിടെ വെച്ച് നെറ്റിയിൽ തടവിയപ്പോ അബദ്ധത്തിൽ സിന്ദൂരം പറ്റിയതായിരിക്കും. അങ്ങനെയാണെങ്കിലേ അത് ഭഗവതി തന്ന സൂചനയായിരിക്കും. എന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സിന്ദൂര രേഖയിൽ സൂരജ് തന്നെ സിന്ദൂരം തൊടിക്കും. അമ്മായി ഇങ്ങനെ ആശുപത്രിയിലല്ലായിരുന്നെങ്കിൽ
ഞാൻ ഇന്നലെ രാത്രി തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞേന്. സൂരജ് നമ്മളെല്ലാരും ചതിച്ച കാര്യം ഞാനിപ്പോ പറയുന്നില്ല. വെള്ളം വെള്ളം ഇതാ മോളെ. ഏട്ടാ ഇതിലെന്താ? നമ്മുടെ പൈപ്പിലെ വെള്ളം കുടിച്ച് ഇവൾക്ക് ശീലം ഉണ്ടാവില്ലല്ലോ. ഇനി ചിലപ്പോ വല്ല അസുഖം പിടിച്ചാലോ? ഇത്രയും വില കൂടിയ വെള്ളോ? അതും ഒരു പെട്ടി നിറയെ. सा भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्तां तू कहाँ मैं कहाँ तू कहाँ मैं कहाँ ഓ, അപ്പൊ ഇതുകൊണ്ടാ ഏട്ടത്തി രാവിലെ കൊടുത്ത വെള്ളം കുടിക്കാതിരുന്നെ? ശ്ശോ, ഇത്ര ചെറിയ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലാകാത്തത് വേറൊരു കാര്യ. ഈ ഇഷ വീട്ടിൽ വന്നത് മുതൽ സൂര്യചേട്ടന് ഭയങ്കര മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതായത് 1 2 3 4 ഈ കുപ്പികളുടെ കണക്കെടുത്ത് നോക്കിയാ 24 കുപ്പികളും കൂടി 240 രൂപയായി. പിന്നെ കൊണ്ടുവരാനുള്ള ഓട്ടോ കൂലിയും കൂടെ നോക്കിയാ 340 രൂപയോ? ഒരാവശ്യമില്ലാതെ 340 രൂപ വെറുതെ വെള്ളത്തിനു വേണ്ടി കളയിപ്പിച്ചു രാറ്റി. ഇവൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ചെലവുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാ നല്ലത്. ആദ്യമായിട്ടാ അമ്മയില്ലാഞ്ഞിട്ട് എനിക്ക് കുറച്ച് വിഷമം തോന്നുന്നത്. ഇവിടെ നടക്കുന്ന ഈ കൂത്തുകളെല്ലാം തന്നെ അമ്മയോട് എത്രയും പെട്ടെന്ന് പറയണം. പക്ഷെ എങ്ങനെ പോയി പറയും? ഹോസ്പിറ്റലിലാണെങ്കിൽ ഏത് സമയത്തും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പം ആരെങ്കിലും ഒരാള് ഇതൊക്കെ അറിഞ്ഞാലോ? അമ്മയോടെല്ലാം ഞാനാ പറഞ്ഞെന്നും പറഞ്ഞ് ഇവരൊക്കെ കൂടെ എന്റെ തല എടുക്കും. ക്ലാസ്സിന് നല്ല ചൂടുണ്ടല്ലോ. ഇനി പനി വല്ലതും ഉണ്ടോ? കാവ്യ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഇവൾക്ക് പനിയുണ്ടോ നോക്കി. ദേഹത്ത് നല്ല ചൂടുണ്ടേട്ടാ. അയ്യോ, നീ ഇത് ഒന്ന് നെറ്റിയിൽ വെച്ചു കൊടുക്ക്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. ഈശ്വര, ഇവരുടെ പനി ഒട്ടും കുറയുന്നില്ലല്ലോ. കാവ്യ, ദാ ഇത് കൊടുക്ക്. ഡോക്ടർ വരുന്ന സമയത്ത് വരട്ടെ. അതുവരേക്കും ഇത് കൊടുക്ക്. മിക്കവാറും പനി ഉടനെ കുറയും.